ഗൈസ് അറിയാലോ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് പോയി. നമ്മളെല്ലാവരും പുതിയ കോച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിൽ തന്നെയാണുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രശ്നമായിരുന്നല്ലോ, നമ്മുടെ സ്ക്വാഡിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അത് പരിഹരിക്കാനുള്ള ഒരു അവസരം വരികയാണ്. മറ്റൊന്നുമല്ല, ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ ഇനി ഒരാഴ്ചയിൽ താഴെ മാത്രമാണ് ഉള്ളത്. അപ്പം അവിടെ നമുക്ക് ഏത് തരത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ക്വാഡിന് മാറ്റങ്ങൾ വരുത്താൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ സ്ക്വാഡിൽ ഇന്ന പൊസിഷൻസിൽ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഗോൾ കീപ്പർ വേണം, ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം, റൈറ്റ് ബാക്ക് വേണം, റൈറ്റ് വിങ്ങർ വേണം, ഫോറിൻ സെൻറ്റർ ബാക്ക് വേണം, അങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും ഫാൻസിൻ്റെ ഇടയിലുണ്ട്. പക്ഷേ ഇത്രയും മേഖലകളിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ട്രോഫിയായിട്ട് ഭയങ്കര ഒരു ഒബ്സഷനുള്ള മാനേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഒബ്സഷനെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. പറഞ്ഞത് തുടങ്ങി കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞതെന്ന് ഒരു ലെവലിലേക്ക് ആയിപ്പോകും. ഇതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് പ്ലെയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവരൊരു പാഷനേറ്റ് ആണ് എന്നുള്ളത്. നമുക്ക് ജനുവരിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് പൊസിഷനിൽ വേണം അങ്ങനെയുള്ളതിൻ്റെ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാകുക. നമുക്ക് ഇന്ന പൊസിഷനിൽ മസ്റ്റായിട്ട് വേണം എന്നുള്ളതായിരിക്കും ഞാൻ ഏറ്റവും ആദ്യം പറയുന്നുണ്ടാകുക എന്നുള്ളത് ആദ്യം ഞാൻ പറയുന്നുണ്ട്. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾ കീപ്പർ തന്നെയാണ് എന്നുള്ളത് ഞാൻ പറയും. നമുക്കറിയാം, ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്ക് നമുക്ക് ഇത്തവണ എത്രത്തോളം ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ഗോൾ കീപ്പറായിട്ട് കളിച്ചിട്ടുള്ള സച്ചിൻ സുരേഷ് ആണെങ്കിലും സോംകുമാർ ആണെങ്കിലും അവരുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് വളരെ പ്രകടമായിരുന്നു. ഇപ്പം സോംകുമാർ RFDL കളിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഗോൾ കീപ്പേഴ്സ് സച്ചിൻ സുരേഷും നോറ ഫെർണാണ്ടസും ആണ്. സോ ഇവർ രണ്ടുപേരും അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊന്നുമുള്ള പ്ലെയേഴ്സ് അല്ല. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് വേണം. നമുക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കത് ഉണ്ടായിരുന്നു. കരൺജിത്ത് സിംഗ് ഉണ്ടായിരുന്നു നേരത്തെ, പിന്നെ അതിന് മുമ്പ് ആൽബിനോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു ഫാക്ടർ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല. അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ട് ആരുണ്ട് എന്നുള്ളതും ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ജനുവരിയിൽ നോക്കിയിരുന്നെങ്കിൽ ഗുർമീത്തിനെ ഈസിലി നമുക്ക് എടുക്കാമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എടുത്തില്ല. അത് നോർത്ത് ഈസ്റ്റും ഉണ്ട്. നോർത്ത് ഈസ്റ്റിന് ഗോൾ കീപ്പിംഗ് പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗുർമീത് ISL തന്നെ നിലവിലെ ഫോം വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഒരു ഗോൾ കീപ്പേഴ്സിൽ ഒരാളെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ TP രമേശിൻ്റെ പേര് പറയാം, കട്ടുമണിയുടെ പേര് പറയാം, അരിന്തം ഭട്ടാചാര്യയുടെ പേര് പറയാം. പക്ഷേ ഇവരൊക്കെ ഓരോ ക്ലബ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ജനുവരി സാഹചര്യത്തിൽ ഇവരെയൊക്കെ കിട്ടുമോ എന്നുള്ളതാണ്. സമ്മറിലൊക്കെ ആയിരുന്നു നമുക്ക് TP രമേശിനെയൊക്കെ എനിക്കൊന്ന് ഫ്രീ ഏജൻ്റായിട്ടാണ് മുംബൈ സൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാമായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ വായം പൊളിച്ചിരുന്നു. അതിന് എങ്ങനെ നമുക്ക് ജനുവരിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കട്ടുമണിയൊക്കെ എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണെന്ന് ഡൗട്ടുണ്ട്. ഇഞ്ചുറി പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ലാറ ശർമ്മ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ സീസൺ ഇവിടെ കളിച്ച് കുറച്ച് ഫാൻസൊക്കെ ഉണ്ടാക്കിയ ഒരു ഗോൾ കീപ്പറാണ്. അവിടെ ഗോവയിൽ പോയിട്ട് അദ്ദേഹം ബെഞ്ചിലിരിക്കുകയാണ്. ഇനി അദ്ദേഹവും ഇഞ്ചുറി ആണോ എന്ന് എനിക്കറിയാം. അവിടെ ഋത്തിക് തിവാരി നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു സെക്കൻഡ് ചോയ്സിൽ പോലും അദ്ദേഹത്തൊന്നും അങ്ങനെ കാണാനില്ല. അപ്പം ലോണിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബെറ്റർ, നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ, നമുക്ക് ഒന്നാമത് ഇപ്പോൾ ആ ഒരു സോംകുമാറും RFDL പോയി നമുക്ക് ഒരു ഗോൾ കീപ്പറെ വളരെ ആവശ്യമായിട്ടും കൂടെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ വന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. സോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, മസ്റ്റായിട്ടും അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തണം. ഒന്നെങ്കിൽ ഫീ കൊടുത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലോണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പൊസിഷനിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നെന്താ പറയുക. അടുത്തൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനാണ്. അവിടെ നമുക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ഫ്രെഡിയാണ്. പിന്നെ നമുക്കറിയാം കൊയ്ഫ് കളിക്കും. അദ്ദേഹം ഒരു ബേസിക്കലി CB ആണെങ്കിലും DM-ലും ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഒരു കാര്യം, നമുക്ക് ഫ്രെഡിയെ തന്നെ കളിപ്പിക്കേണ്ടി വരും. കാരണം അദ്ദേഹം കൊയ്ഫ് ഒരു വിദേശി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് കളിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റൊരു വിദേശി ഒഴിവാക്കേണ്ട സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറയുന്നത് ഫ്രെഡി ഡീസൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ മറ്റൊരു ഓപ്ഷനേ ഇല്ല എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ നമ്മൾ സമ്മറിൽ നിഖിൽ പ്രഭുവിനെയൊക്കെ നോക്കിയിരുന്നു എന്നൊക്കെ പറയുന്നത്, ജീക്സം പോയ ഒരു സാഹചര്യത്തിൽ നിഖിൽ പ്രഭുവിനെ എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പണം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നടന്നില്ല. നമുക്കറിയാം 3.3 കോടി പ്ലസ് സാലറി ജീക്സൻ്റെ ഒഴിവായിട്ടാണ് ആ പ്ലെയർ പോയത്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്. നമുക്ക് അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും നിഖിൽ പ്രഭുവിനെ ഈ ഒരു വിൻഡോയിൽ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം പഞ്ചാബ് നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടീമിലെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ടൊക്കെ തന്നെ കളിക്കുന്ന ഒരു പ്ലെയറെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സമ്മറിനേക്കാൾ കൂടുതൽ ഫീയും കൊടുക്കേണ്ടി വരും. സോ ക്ലബ്ബ് വിട്ടുകൊടുക്കുക എന്നുള്ള ചോദ്യമാണ്. ഇനിയിപ്പം ക്ലബ്ബ് അങ്ങനെ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ എത്തുകയാണ്. കാരണം പ്ലെയറൊക്കെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടികളൊക്കെ നടക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു ഫീ കൊടുക്കണം. അതൊക്കെ ഇവർ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ എനിക്ക് തോന്നുന്നു ജിതേശ്വർ സിംഗ് എന്ന് പറയുന്ന ചെന്നൈയിൻ FC പ്ലെയർ അവൈലബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു DM ആയിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നോക്കാവുന്നതാണ്. ഇനി സമ്മറിൽ ഇപ്പം നിഖിൽ പ്രഭുവിനെയൊക്കെ നമ്മൾ എത്തിക്കാൻ ഇത് ചെയ്താലും നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് എന്താണെങ്കിലും നല്ലതാണ്. കാരണം ആരാണ് എപ്പോഴാണ് ഫോം ഔട്ട് ആകുക, അവൈലബിലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു 3 പ്ലെയേഴ്സെങ്കിലുമൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ഓപ്ഷനാണ് റൈറ്റ് ടു വിങ്ങിൽ കോറു സിംഗ് കളിക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓപ്ഷനായിട്ടുള്ളത് രാഹുൽ KP ആണ്. രാഹുൽ KPയുടെ അവസ്ഥ നമുക്കറിയാം, നിലവിലെ പെർഫോമൻസ് ഒക്കെ വെച്ച്. പിന്നെ സൗരവ് മണ്ഡൽ ലോണിൽ പോയി കഴിഞ്ഞു. സോ അവിടെ എന്താണെങ്കിലും സൗരവ് മണ്ഡൽ പോയി അവിടെ ഒരു പ്ലെയർ എത്തിക്കുക എന്ന് പറയുന്നൊരു ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നൊരു ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടെങ്കിലും നമ്മളൊരു റൈറ്റ് വിങ്ങർ എത്തിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷൻ നമുക്ക് ഏറ്റവും തലവേദന ഈ സീസണിൽ സൃഷ്ടിച്ചൊരു പൊസിഷൻ തന്നെയാണ്. പക്ഷേ നിലവിലിപ്പോൾ ഐബാൻ ദോഹ്ലിങ് തിരിച്ചെത്തിയിട്ടുണ്ട് ഇഞ്ചറി കഴിഞ്ഞിട്ട്. സോ അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ ക്രോസസ് ഒക്കെ നമുക്കറിയാം സന്ദീപിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് ക്രോസ് ഒക്കെ കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അവിടെ ഡീസൻ്റ് ആയിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. പിന്നെ പ്രബീർ ഒരു തേർഡ് ഓപ്ഷനായിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞപ്പം GK ആൻഡ് DM ഇത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രയോറിറ്റിയൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പം റൈറ്റ് ബാക്കിന് കൊടുത്താൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ അത്യാവശ്യം വെക്കാനെങ്കിൽ ഒരു പ്ലേയേഴ്സ് ഉണ്ട്. മറ്റേടത്തൊക്കെ ആണെങ്കിൽ ആ കാര്യത്തിൽ തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അത് നമ്മളെ ബാക്ക് ഫെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിന് നമ്മൾ സമ്മറിലേക്ക് ഇപ്പം പ്ലെയറിൻ്റെ കോൺട്രാക്റ്റൊക്കെ തീരുന്നുണ്ട്, അവരെ സെല്ല് ചെയ്യുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സമ്മറിലേക്ക് ചെയ്താലും മതി എന്നുള്ളതാണ്. ഞാനിതൊരു എന്താ പറയുക ഒരു മിഡ് ടേബിൾ അല്ലെങ്കിൽ ഒരു മീഡിയൊക്കെ ആ ഒരു മെൻറ്റാലിറ്റി സംസാരിക്കുന്നതല്ല. അറിയാമല്ലോ നമ്മളുടെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ള അറിയാം, നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പം അതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നുള്ള തരത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. പിന്നെ നമുക്കൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കോഡ് വേണം. നമ്മൾ ഇനി ഉള്ള എല്ലാ മത്സരങ്ങളും ജയിച്ച് നമ്മളൊരു സെറ്റപ്പ്, ഒരു ടോപ്പ് 6 എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ തന്നെ നമ്മൾ അത്രയും അംബീഷനായിട്ടൊക്കെയാണ് ഒരു ലക്ഷ്യമെങ്കിൽ നമ്മൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലൊരു ചേഞ്ചസ് വരണം. അപ്പോൾ പറയുകയാണെങ്കിൽ ഫോറിൻ സെൻട്രൽ ബാക്കിനെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇപ്പം ലെസ്കോവിച്ചിനെയൊക്കെ പോലത്തെ പ്രൊഫൈലുള്ള ആ രീതിയിൽ കളിക്കാൻ കേപ്പബിൾ ആണെന്ന് തോന്നുന്ന ഒരു പ്ലെയറെ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ ഒരു സെല്ല് നടത്തിയിട്ട് അങ്ങനെയൊക്കെ ഇവർ ചെയ്യുമോ എന്നുള്ളത്. അത്രയ്ക്കൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ജനുവരിയിൽ ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് മുമ്പ് ചെയ്തുകൂടാ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. അത്രയൊക്കെ പറയാനുള്ളൂ. സോ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കാനാണ് ഈ തരത്തിൽ സംസാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇതിലൊരു ആദ്യം പറഞ്ഞ 2 പൊസിഷൻസിലെങ്കിലും പ്ലേയേഴ്സിനെ കൊണ്ടുവരട്ടെ, എങ്കിലേ എന്തെങ്കിലും എനിക്കൊരു പ്രതീക്ഷ ഇതിൽ പറയാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ടോപ്പ് 6 സാധ്യത പറയാം. സോ അത് പറയണമെങ്കിൽ പ്ലേയേഴ്സ് വേണം, അതത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കാൻ സൈൻ ഓഫ്.